ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നും ഒരു വേസ്റ്റ് മെറ്റീരിയലായിട്ടാണ് വന്നിരിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ഷോപ്പീസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാം ക്രാഫ്റ്റിംഗ് തന്നെയാണ് പേര്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്ന് കുറച്ച് ടെസ്റ്റിമോണിയൽസ് ഉണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് അറിയണ്ടേ? ഈർക്കിളിയാണ്. നമ്മൾ ചുമ്മാ വേസ്റ്റ് ആക്കി കളയുന്ന ഈർക്കിളി ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. നല്ലൊരു അടിപൊളി ഷോപ്പീസ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ നിങ്ങൾ കുറച്ച് കട്ട് ചെയ്ത് വെക്കുക. നല്ല കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് ആവുള്ളൂ. ഒരു ജോമെട്രിക്കൽ ഷേപ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 10 സെൻറ്റിമീറ്ററിൻ്റെ 3 പീസസ് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് ഒട്ടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ഓരോ കോർണറിലും ഒന്നും കൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള പീസ് എടുത്തില്ലേ, 15 സെൻറ്റിമീറ്റർ, ആ ഒരു 15 സെൻറ്റിമീറ്റർ ഓരോ ആ ഒരു പോയിൻറ്റിൽ വെച്ചിട്ട് ഒന്ന് നടുക്കിലേക്കൊന്ന് ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ ട്രയാങ്കിളിൻ്റെ ഓരോ പോയിൻറ്റിലും ഈ 15 സെൻറ്റിമീറ്ററുള്ള പീസസ് വെച്ച് കൊടുത്തു. എന്നിട്ട് മേലെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 5 സെൻറ്റിമീറ്ററുള്ള 9 പീസസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പീസസിൽ നിന്ന് 3 പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രയാങ്കിൾ പോലെ ഒന്ന് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഗ്ലൂ തന്നെ അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റിക്കിങ് പെട്ടെന്ന് തന്നെ കഴിയും, കാരണം ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒട്ടിക്കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പോയിൻറ്റിലും, ഈ ട്രയാങ്കിളിൻ്റെ ഓരോ പോയിൻറ്റിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ പീസായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിലൊന്ന് പിടിച്ചു വെക്കുക. അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടാൻ പണിയാണ്, കാരണം ഇങ്ങനെ കുത്തനെ വെക്കുന്നതാണ്, കുറച്ച് വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം മാത്രം ഒന്ന് എടുക്കുക. ഇപ്പം നമുക്കൊരു പ്രിസം ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ താഴ്ഭാഗത്ത് വീണ്ടും നമ്മൾ 3 പോയിൻറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ബാക്കി 3 പീസസ് ഇല്ലേ, അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അത് സ്റ്റിക്ക് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മേലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ഒരു ഡയമണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം ഇത് മാറ്റി വെക്കാം, കുറച്ചും കൂടെ പണി അതിലുണ്ട്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 15 സെൻറ്റിമീറ്ററിൻ്റെ 7 സെൻറ്റിമീറ്ററിൻ്റെ കുറച്ച് പീസസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അടുത്തൊരു ഷേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 7 സെൻറ്റിമീറ്ററിൻ്റെ 12 പീസസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 4 പീസ് എടുത്തിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ വെച്ചിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പ് ആയതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ഒരു കോർണറിൽ കുറച്ച് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ 2 പീസ് എടുത്തിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ വി ഷേപ്പിൽ 2 സൈഡിലോട്ടുമായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അമർത്തി പിടിക്കണം, കാരണം ആ ഒരു പോയിൻറ്റിൽ 2 എണ്ണം സ്റ്റിക്ക് ചെയ്ത് കിട്ടണമല്ലോ. എന്നിട്ട് ഞാനപ്പോൾ അത് മാറ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം ഫാബ്രിക് ആയതുകൊണ്ട് അതിങ്ങനെ ഒട്ടിച്ചിട്ട് എനിക്ക് സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് വിട്ടു പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ കോർണറിലും 2 പീസ് സ്റ്റിക്ക് വീതം ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് എൻ്റെ മോൾ എനിക്ക് പണി തരാൻ വന്നിട്ടുണ്ട്. നേരത്തെയും വന്നിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ ഒട്ടിച്ചതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത് സ്റ്റിക്ക് ചെയ്തെടുത്തതാണ്. ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും അവിടെ കൂടെ ഉണ്ടാവും. പെയിൻറ്റ് അടിക്കണം, ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണ്. അവളുടെ പേര് സെഹ്റ എന്നാണ്. അങ്ങനെ നമ്മൾ സ്ക്വയറിൻ്റെ ഓരോ കോർണറിലും നമ്മൾ 2 പീസ് വീതം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് 2 പീസും കൂടെ ഒന്ന് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ആ ഭാഗം, അതായത് ഒരു ഭാഗത്തുള്ളതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതും ഒരു ഭാഗത്തിൻ്റെ റൈറ്റ് സൈഡും കൂടെ ഒരു എ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അത് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ 4 സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഈ ഒരു പീസൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം, കാരണം ഓൾറെഡി അതിൻ്റെ ബേസ് സ്റ്റിക്ക് ആയതാണല്ലോ. അപ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും അവിടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറച്ച് സമയം അമർത്തി പിടിച്ച് സ്റ്റിക്ക് ആയതിന് ശേഷം മാത്രം എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 4 സൈഡിലും ചെയ്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കോർണറിൽ ഒന്നും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ 15 സെൻറ്റിമീറ്ററിലുള്ള പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പീസസ് ഇങ്ങനെ സെൻറ്ററിലോട്ടായിട്ട് ഇങ്ങനെ മേലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ 4 സൈഡിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
1-2 പേര് എന്നോട് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 8th പഠിക്കുന്ന ഹന്ന മോള്, അതുപോലെ ജഹാന ഷെറിനും 2 പേർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4 സൈഡിലും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അത് 4ലെയും കൂടെ ഒരു എൻഡ് ഉണ്ടാവുമല്ലോ മേലേക്കുള്ള, ആ ഒരു എൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം, കാരണം കുറേ പീസസ് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ഒരു സെക്കൻഡ് ടൈപ്പ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 7 സെൻറ്റിമീറ്ററിൻ്റെ 20 പീസസ് ആണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 5 പീസസ് എടുത്തിട്ട് നമ്മൾ ഹെക്സഗണൽ ഷേപ്പിലൊന്ന് വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡിലും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ആ ഷേപ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ചെയ്ത് കിട്ടും. അപ്പം നമ്മളുടെ ഒരു ഹെക്സഗണൽ ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഷേപ്സിൻ്റെ ഓരോ കോർണറിലും നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം 2 പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ വി ഷേപ്പിലൊന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം, കാരണം 2 സ്റ്റിക്കും കൂടെ ഒരു പോയിൻറ്റിലുള്ള ഉണ്ടാവുള്ളല്ലേ, അതുകൊണ്ട് അവിടെ കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരു ഹെക്സഗണൽ ഷേപ്പിൻ്റെ 5 കോർണറിലും, അതായത് 5 പോയിൻറ്റിലും ഇതുപോലെ തന്നെ 2 പീസസ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഈ ജോമെട്രിക്കൽ ഷേപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ ബ്രൂം സ്റ്റിക്കല്ല യൂസ് ചെയ്യാറ്, ബാംബു സ്റ്റിക്കില്ലേ, ബാംബു സ്ക്യൂവറിൻ്റെ അതാണ് യൂസ് ചെയ്യുക. അപ്പോൾ നല്ല കറക്റ്റ് നല്ല ഷേപ്പിൽ, അത് റൗണ്ട് ഷേപ്പിൽ നല്ല കട്ട് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈർക്കിലി ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബാംബു സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ചിലപ്പം സ്റ്റിക്ക് ചെയ്ത് കിട്ടുമായിരിക്കും. ഇത് കുറച്ചൊരു പണിയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത്, കാരണം ഭയങ്കര തിന്നല്ലേ. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവിടെ സ്റ്റിക്ക് ചെയ്യാൻ ഇത്തിരി ഒരു പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി അതൊന്നും. അപ്പോൾ ഇങ്ങനെ ഓരോ കോർണറിലും നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ആ ഒരു ജോയിൻ്റ് ആവുന്ന ഒരു ഭാഗമില്ലേ, ഒരു കോർണറിലെ ലെഫ്റ്റ് സൈഡ്, അതായത് മറ്റേ സൈഡിലുള്ള റൈറ്റ് സൈഡ്, ആ രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ആവുന്നത് ഒന്ന് മേലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ബ്രൂം സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മേലെയുള്ള ആ ഒരു ലീഫിൻ്റെ പോർഷൻസൊക്കെ നന്നായിട്ടൊന്ന് നൈസായിട്ട് ചെത്തി ഒഴിവാക്കണം ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട്. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ അത് പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു 5 സൈഡിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ക്രൗൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഓരോ പോയിൻറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ബാക്കി പീസസ് ഉണ്ടല്ലോ, ആ ഒരു പീസസ് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു കോർണറിനും വേറൊരു കോർണറും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട്. അപ്പം നമ്മൾ അതുപോലെ ഈ ഷേപ്സിന് ഉണ്ടാക്കാൻ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പീസസ് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സൈസ് തന്നെ ആയിരിക്കണം, എങ്കിലേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടുള്ളൂ. കാരണം ഈ സമയത്തൊക്കെ ഷേപ്സൊക്കെ സൈസസൊക്കെ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കിട്ടില്ല. അപ്പം നമ്മൾ സൈസസൊക്കെ കറക്റ്റായിരിക്കണം, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ എല്ലാ സൈഡിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു 3 ടൈപ്പിലുള്ള ജോമെട്രിക്കൽ ഷേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനും. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് പെയിൻറ്റൊക്കെ ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഈ ഫസ്റ്റ് ടൈപ്പ് പെയിൻറ്റ് ചെയ്യാൻ ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് കളർ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം സ്പ്രേ പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ഫിനിഷിങ് കിട്ടും, പെട്ടെന്ന് തന്നെ പണിയും കഴിയും. അപ്പോൾ ഞാൻ ആ ഒരു പ്രിസം ഷേപ്പിനുള്ളതും ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ ചെറുത് ചെയ്തില്ലേ, അതിന് ഞാൻ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാനാണ് പെയിൻറ്റിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് കാണിച്ചത്. പിന്നെ ഈ സെക്കൻഡ് ടൈപ്പ് ഞാൻ ബ്രൗൺ കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു വുഡൻ ടച്ച് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഗ്ലിറ്റർ പൗഡറൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും. സിൽവർ കളറിൻ്റെ ഗോൾഡൻ്റെ ഒക്കെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ തേർഡ് ടൈപ്പ് ഞാൻ ഗോൾഡ് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ചോയ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ തേർഡൊക്കെ ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു, അതാണ് കുറച്ചൊരു വെളിച്ചക്കുറവ്. നമ്മൾ ഈ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത പ്രിസം ഷേപ്പും അതുപോലെ ആ ഡയമണ്ട് ഷേപ്പും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ഒരു പഴയ മാലൻ്റെ ബാക്കിലുള്ള ഒരു ചങ്ങലൻ്റെ ഒരു പീസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഈ ഡയമണ്ട് ഷേപ്പിൻ്റെ മേലെ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട്, ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഡയമണ്ട് ഷേപ്പ് അതിൻ്റെ മേലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ആ ഒരു പ്രിസം ഷേപ്പിൻ്റെ ഏറ്റവും മേലുള്ള ഒരു കോർണറിൽ ഒന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ആ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് അതിൽ കിടക്കുമ്പോൾ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കുഞ്ഞു ഷേപ്പിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ടൈപ്പും അതുപോലെ 2-3 ടൈപ്പ് നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ഷോ പീസ് തന്നെയാണ്. നമുക്കിത് ക്യാൻഡിൽ ഹോൾഡറായിട്ട് വെക്കാനും അതുപോലെ ഇൻഡോർ പ്ലാന്റൊക്കെ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടാവില്ലേ പോട്ടിലൊക്കെ ഉള്ള, അതൊക്കെ വെക്കാനൊക്കെ പറ്റും. നല്ല രസമാണ്. ഈ ക്യാൻഡിൽ ഹോൾഡറൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയ ഒഴിവാക്കിയിട്ടുള്ള ഗ്ലാസ്, നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് റീയൂസ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിൽ ഹോൾഡറാണത്. അപ്പം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈർക്കിലി മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഒരുപാട് പേര് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടും. ഞാൻ എന്തായാലും എല്ലാവരും ആഡ് ചെയ്യാം കേട്ടോ, ആരും പിണങ്ങരുതേ. ഇന്ന് ഞാൻ കുറച്ച് പേരതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യം നമുക്ക് നമ്മളുടെ കൊച്ചു കൂട്ടുകാർ തന്നെയാവാം. നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അഫിനാസിൻ്റെ 2 മക്കൾ ചെയ്തതാണ്. 9 വയസ്സുള്ള റിതാജ്, അതുപോലെ 6 വയസ്സുള്ള റിസൈൻ ചെയ്തതാണ്. ലീഫ് പ്രിൻറ്റിങ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പെയിൻറ്റ് കവറിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ളതില്ലേ, ആ ഒരു ബോട്ടിലും തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് നമ്മളുടെ ഒരു ന്യൂ ഫ്രണ്ടാണ്, രജന മാരി ഫ്രം ഓസ്ട്രേലിയ. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് സ്ട്രോബെറി ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് നമുക്ക് എന്ന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഷെറിൻ അമ്പാട്ടാണ്. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെയും കുറേ പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി അബിത ഹക്കീം അയച്ചു തന്നതാണ്. പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രോബെറി ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ ഇടാട്ടോ, ആരും പിണങ്ങരുതേ. അപ്പോൾ എല്ലാവരും ഇനി ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഇനിയും അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.